കേരളത്തിലെ വ്യവസായ രംഗം വളരെ വൈബ്രൻ്റ് ആണ്. പക്ഷേ നമ്മളുടെ ബിസിനസ് രംഗം, വ്യാപാരി സമൂഹം അത്ര ഹാപ്പിയല്ല. നമ്മുടേതല്ലാത്ത പല കാരണങ്ങൾ, അതായത് കൊമേഴ്സ് ഉൾപ്പെടെയുള്ള വിവിധ കാരണങ്ങൾ അവരാകെ ഒരു സ്കാറ്റർ ചെയ്യപ്പെട്ട ഒരു അവസ്ഥയിലാണ്. ഒരു സപ്ലൈ ചെയിൻ എന്ന് പറയുന്ന ആ ഒരു സങ്കല്പം തന്നെ ഇല്ലാതായ ഒരു മട്ടാണിപ്പം. ഈ ചെറുകിട വ്യാപാരികളുടെ ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ട് വളരെയധികം അധ്വാനിക്കുന്ന ഒരു വ്യക്തിത്വമാണ് VKC ഗ്രൂപ്പിൻ്റെ മാനേജിംഗ് ഡയറക്ടർ VKC റസാഖ് സർ. നമുക്ക് ഈ ചെറുകിട വ്യാപാരികൾക്ക് വേണ്ടി അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം. നമസ്കാരം സർ. നമസ്കാരം. ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ വ്യാപാര രംഗത്ത് ഒരുപാട് പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. പ്രത്യേകിച്ച് കൊമേഴ്സ്, ക്വിക്ക് കൊമേഴ്സ് പോലെയുള്ള സംഭവങ്ങൾ വന്നിട്ട് ഇപ്പം വ്യാപാരികൾക്ക് എങ്ങോട്ട് ഒരു ദിശ അറിയാത്ത ഒരു അവസ്ഥയാണ്. അപ്പോൾ താങ്കളുടെ പരിവാർ പോലെയുള്ള സംഭവങ്ങൾ, പരിവാർ എന്ന് പറയുന്ന ഒരു ഇനിഷ്യേറ്റീവ് താങ്കൾക്കുണ്ടല്ലോ, ആ സംഭവങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇനി നമ്മളുടെ ഈ ചെറുകിട വ്യാപാരികളെ ഏത് ദിശയിലാണ് മുന്നോട്ട് പോകേണ്ടത്? ഓക്കെ, ഞാൻ ഇപ്പം നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതിൽ ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ട്, ഞാൻ അതും കൂടി ചേർക്കുകയാണ്. അതായത് നമ്മളിപ്പോൾ കൊമേഴ്സ്, ക്വിക്ക് കൊമേഴ്സ്, അതിൻ്റെ കൂടെ നമ്മളെ ലാർജ് റീറ്റെയിൽ സ്റ്റോർ കൂടി നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധാരണ അല്ലെങ്കിൽ ചെറിയ കച്ചവടക്കാരെ കാര്യമായിട്ട് ബാധിക്കുന്ന ഒരു രൂപത്തിലേക്ക് വന്നിരുന്നു. ഉദാഹരണം എടുത്തു പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എൻട്രി ആയിട്ടുള്ള സുഡിയോ. നമ്മളൊരു പ്രദേശത്ത് പോയി കഴിഞ്ഞാൽ സുഡിയോയിൽ ആൾ തിരക്കാണ്. എന്താണ് അവിടുത്തെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ അവിടെ വിലക്കുറവുണ്ട്, ഫാഷനുണ്ട്. അപ്പം നമ്മുടെ കസ്റ്റമർ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. അപ്പം നമുക്കറിയാം, നമുക്കൊരു വ്യവസായമോ ഒരു വ്യാപാരം എന്ത് നിൽക്കണമെങ്കിലും കസ്റ്റമർ അത്യാവശ്യമാണ്. അപ്പോൾ കസ്റ്റമറിനനുസരിച്ച് നമ്മൾ മാറുമ്പോഴേ നമുക്ക് ആ ബിസിനസ് പിടിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ പുതിയ സൗകര്യങ്ങൾ, ഇപ്പോൾ ഞാൻ പറഞ്ഞു ലാർജ് സ്റ്റോർസുകൾ കഴിഞ്ഞ വർഷങ്ങളിൽ, കഴിഞ്ഞ 2-3 വർഷങ്ങളിലായിട്ട് വലിയ ഗ്രോത്താണ് സുഡിയോക്ക് ഉണ്ടായിരുന്നത്. സുഡിയോൻ്റെ ഗ്രോത്ത് കണ്ടിപ്പോൾ മറ്റു പലരും പ്രധാനപ്പെട്ട ആളുകൾ ആ രംഗത്തേക്ക് കയറി വരാൻ പോവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സ്റ്റുഡിയോ വരുന്ന സമയത്ത് ആ പ്രദേശത്തുള്ള അത്യാവശ്യം എല്ലാ ബിസിനസ്സിനെയും അത് ബാധിക്കുന്ന രൂപത്തിലാണ് അവരുടെ ബിസിനസ് കൊണ്ടുപോകുന്നത്. അപ്പം നമുക്ക് ഈ കസ്റ്റമറെ നമ്മളെടുത്ത് പിടിച്ചു നിർത്താൻ എന്താണ് നമുക്ക് ചെയ്യാനുള്ളത് എന്ന് നോക്കി നമ്മൾ മാറുമ്പോഴേ കസ്റ്റമർ നമ്മളെടുത്ത് നിൽക്കുകയുള്ളൂ. നേരത്തെ നമുക്കറിയാം, നമ്മളൊരു ഫ്ലാറ്റിൽ താമസിക്കുകയാണെങ്കിലും നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ, ഇപ്പോൾ ഉച്ചക്ക് അത്യാവശ്യം ചില പച്ചക്കറികൾ മിസ്സിങ് ഉണ്ട്, നമ്മൾ വേഗം താഴെ പോയി തൊട്ടടുത്തൊരു കട ഉണ്ടാവും, മിക്കവാറും ഫ്ലാറ്റിൻ്റെ തൊട്ടടുത്തൊരു കട ഉണ്ടാവും, അവിടെ പോയി നമ്മൾ സാധനം മേടിച്ചുകൊണ്ട് വന്ന് നമ്മൾ ചെയ്യുന്നു. അത് വീട്ടിൽ ഇപ്പോൾ കുട്ടി കൈക്കുഞ്ഞുള്ള ആളാണെങ്കിൽ കുട്ടീനെ എടുത്ത് അങ്ങ് പോകും. അതല്ല ആരെങ്കിലും നമുക്ക് ചിലപ്പം തൊട്ടടുത്ത അല്ലെങ്കിൽ ഇവിടുത്തെ സ്റ്റാഫോ ആരെങ്കിലും. പക്ഷെ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. മൊബൈൽ ഫോൺ എടുക്കുക, ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഫ്ലാറ്റിലേക്ക് എത്തിച്ചു തരാം. 10 മിനിറ്റ് കഴിഞ്ഞാൽ അത് ഫ്രീയുമാണ്. അങ്ങനെയുണ്ട്. അത് ഏതൊക്കെ രൂപത്തിൽ നിങ്ങളെ അതിലേക്ക് എന്താ പറയുക ചാടിക്കാൻ പറ്റുമോ അതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരു പ്രാവശ്യം നിങ്ങളെ കൺവീനിയൻസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമ്മൾ തിരിച്ചു പോകില്ല. അപ്പം ഈ ഒരു രംഗം നമുക്ക് എങ്ങനെ ഈ സർവീസ് വഴി തിരിച്ചു കൊടുക്കാൻ പറ്റും എങ്കിൽ മാത്രമേ നമുക്ക് ഇനി ഇതിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഈ അർബൻ ഏരിയയിൽ ഇത് വളരെ വ്യാപകമായിട്ട് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ കൗണ്ടർ ചെയ്യാനുള്ള സംവിധാനം എന്നുള്ള നിലക്കാണ് ഞങ്ങൾ ഈ പരിവാർ പോലെയുള്ള ആശയം കൊണ്ടുവന്നത്. പക്ഷേ അതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റെസ്പോൺസ് പൊതുവെ കുറവാണ്. കാരണം ഇതിനെ വീട്ടിൽ കൊണ്ടുപോയി ഡെലിവറി കൊടുക്കണം. ഇപ്പം നമ്മളൊരു ഓൺലൈൻ ഓർഡർ വരുന്ന സമയത്ത് ഇപ്പം എറണാകുളത്ത് ഏതെങ്കിലും ഒരു സ്പെസിഫിക് റോഡ് അല്ലെങ്കിൽ സ്പെസിഫിക് ടൗണിൽ നിന്ന് ഇപ്പം വൈറ്റില എന്നൊരു ഓർഡർ വന്നു. വൈറ്റില എന്ന് ഓർഡർ വന്നാൽ വൈറ്റിലയിലുള്ള കടക്കാരന് ആ പ്രോഡക്റ്റ് ഡെലിവറി കൊടുത്തു കഴിഞ്ഞാൽ ആ ബിസിനസ് വൈറ്റില കച്ചവടക്കാരന് കിട്ടി. പക്ഷേ അവരതിന് തയ്യാറാകുമ്പോൾ മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ അത് സംഭവിക്കുന്നത് എന്താ വെച്ചാൽ അവിടെ ഒന്നുകിൽ അതിനുള്ള എക്യുപ്ഡ് ആയിരിക്കില്ല, അല്ലെങ്കിൽ പുതിയ ഈ ടെക്നോളജിയുമായിട്ട് അവർക്ക് അത്ര എന്താ പറയുക ഈ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റാത്ത സ്ഥിതികളുണ്ട്. പല കാരണങ്ങൾ കൊണ്ട് അത് നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിലേക്ക് വർക്കൗട്ട് ആയിട്ടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 1 ലക്ഷത്തിലധികം റീറ്റെയിലർമാർ എൻറോൾ ചെയ്തിട്ടുള്ള ഒരു ആപ്പാണ് പരിവാർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ വലിയ രൂപത്തിൽ ഇന്ത്യ മുഴുവനും മൊത്തത്തിൽ ഇന്ത്യയിൽ മുഴുവൻ, പക്ഷേ നമുക്ക് വേണ്ട രൂപത്തിൽ റെസ്പോൺസ് വരാത്തത് കൊണ്ട് നമുക്കത് പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ നമ്മളതിനെ വീണ്ടും ആക്ടിവേറ്റ് ചെയ്യാണ്. അതായത് ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറുകളെ തിരഞ്ഞെടുത്തുകൊണ്ട്
അവിടേക്ക് ഈ സംവിധാനം വ്യാപിപ്പിക്കാൻ വേണ്ടി, അതായത് മുഴുവനും ചെയ്യുന്നതിന് പകരം നമ്മളൊരു സെലക്ട് ചെയ്തും കൊണ്ട് ചെയ്യാനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ പുതുതായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രാഥമിക വർക്കുകൾ തുടങ്ങിക്കഴിഞ്ഞു. കാരണം നേരത്തെ ഇ കൊമേഴ്സ് എന്നുള്ളതിൽ നിന്ന് മാറി ഇപ്പോൾ ക്വിക്ക് കൊമേഴ്സിനാണ്. അപ്പോൾ ഏത് ഓൺലൈൻ ഓർഡർ കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് എത്രയും പെട്ടെന്ന് ഡെലിവറി കിട്ടുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുക വെച്ചാൽ ഇന്ത്യയിൽ മുഴുവനും ഇതേപോലുള്ള ആളുകളുണ്ടെങ്കിൽ ഇന്ത്യയിൽ മുഴുവനും 24 hours ഉള്ളിൽ ഡെലിവറി കൊടുക്കാൻ പറ്റുന്ന സംവിധാനം നിങ്ങൾക്കായി. അത് ഒരു ഇ കൊമേഴ്സ് കമ്പനിക്കോ അല്ലെങ്കിൽ ഒരു ലോജിസ്റ്റിക് കമ്പനിക്കോ ചെയ്യാൻ പറ്റാത്തതാണ്. അത് നമ്മുടെ കച്ചവടക്കാർ അത് അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ രൂപത്തിലുള്ള എല്ലാ ബിസിനസ്സുകളും അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ആ ഒരു വർക്ക് നമ്മൾ എന്താ പറയുക, ഇതിന് ആളുകളെ ബോധവൽക്കരിക്കേണ്ട ഒരു കേസുണ്ട്. കാരണം ഞങ്ങളിതിൻ്റെ 30 വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്, 20 വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ഇനിയുള്ള കാലത്ത് പ്രത്യേകിച്ച് യൂത്ത് പിന്നെ യങ് കപ്പിൾസ്, ഇപ്പോൾ അല്ലെങ്കിൽ നമ്മളിപ്പം വീട്ടിൽ ഈ വർക്കിംഗ് കപ്പിൾസാണ് പ്രധാനമായിട്ട് ഇങ്ങനത്തെ ഈ പുതിയ സംവിധാനത്തിന് കൂടുതലും ഇത് താല്പര്യപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ തിരിച്ചു കൊണ്ടുവരാൻ ഒരു വഴിയില്ല. അപ്പോൾ നിങ്ങൾ അവരിലേക്ക് ആ കൺവീനിയൻസിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രൂപത്തിൽ നമ്മുടെ ആളുകളെ അതിലേക്ക് കൊണ്ടുവരാനേ ഇതിനെ നിലനിർത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. സാർ ഇപ്പോൾ പറഞ്ഞ പോലെ കസ്റ്റമേഴ്സിൽ യൂത്ത് ഉള്ളതുപോലെ തന്നെ വ്യാപാര രംഗത്തും യൂത്ത് ഒരുപാട് വരുന്നുണ്ട്. അവർ ഈ ഡിജിറ്റൽ ടെക്നോളജിയുടെയും ഇതുപോലെയുള്ള സൗകര്യങ്ങളുടെയും സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അവരിലേക്ക് നമുക്ക് ഈ മെസ്സേജ് എത്തിക്കാൻ പറ്റുന്നില്ല. അവർക്കിടയിലുള്ള മാറ്റം എന്താണ്? യെസ്, അതിലെന്താ വെച്ചാൽ യൂത്ത് ഇതിൽ വരുന്നത് സ്പെസിഫിക് ആയിട്ടുള്ള ഇതിൽ മാത്രമേ ഉള്ളൂ. കൺവെൻഷണൽ നമ്മളെ പണ്ട് പറയുന്ന മാതിരി മോം ആൻഡ് പോപ്പ് സ്റ്റോർ എന്ന് പറയുന്നതിലേക്ക് നമ്മൾ യൂത്ത് എൻട്രി ചെയ്യുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഫാഷൻ പ്രോഡക്റ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ളതിലേക്കാണ് കൂടുതൽ അവർക്ക് എൻട്രി ചെയ്യാൻ താല്പര്യം. ഈ ചെറുപ്പക്കാർ അതിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും, പക്ഷേ ആ സ്ഥാപനം തുടങ്ങിയതോ അല്ലെങ്കിൽ സ്ഥാപനം അതിൻ്റെ ഓണർഷിപ്പോ അവരുടെ കയ്യിലായിരിക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ആരാണോ ഹാൻഡിൽ ചെയ്യുന്നത് അതിനനുസരിച്ചിരിക്കും അതിൻ്റെ ബാക്കി കാര്യങ്ങൾ. അപ്പം പക്ഷേ ഒരു തലമുറ പൂർണ്ണമായിട്ടും ഈ ഫാഷൻ ഹോം ഡെലിവറി അല്ലെങ്കിൽ മറ്റുള്ള രൂപത്തിൽ നമ്മൾ പ്രത്യേകിച്ച് കോവിഡിന് ശേഷം വലിയ രൂപത്തിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പം പ്രത്യേകിച്ച് പച്ചക്കറികൾ നമ്മൾ മുമ്പ് വീട്ടിൽ പോയി വാങ്ങിക്കുന്ന സ്ഥലത്ത് ഇപ്പം വീടുകളിലേക്ക് കൊണ്ടു കൊടുക്കുന്ന ആ ഒരു സ്വഭാവം വലിയ രൂപത്തിൽ വന്നിട്ടുണ്ട്. അത് ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഒക്കെ ഒരു ഇടപെടലായിരിക്കും. തീർച്ചയായിട്ടും. കാരണം പ്രത്യേകിച്ച് കോവിഡ് ഇത് നമ്മളെ പഠിപ്പിച്ചു. നമ്മൾ നിർബന്ധിതരായി. തൊട്ടടുത്ത കടയിൽ പോലും നമുക്ക് പോകാൻ പറ്റിയില്ലായിരുന്നു. പക്ഷേ കടയിൽ നിന്ന് തിരിച്ച് സാധനം നമുക്ക് എത്തിക്കുന്ന വാട്സാപ്പിൽ കൊടുത്താൽ അപ്പോൾ ആ ഒരു സംവിധാനം ഇന്നും തുടരുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് വലിയ രൂപത്തിൽ വിപുലപ്പെടുത്തിയ ആളുകളുണ്ട്. പക്ഷെ അത് എല്ലാവരും ചെയ്യുമ്പോഴേ നമുക്ക് ആ കച്ചവടം എല്ലാവർക്കും പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ. ഇത് കുറച്ച് ആളുകൾ രക്ഷപ്പെട്ടു പോകും, കുറച്ചാൾ ഈ പഴയ രീതി ആവിഷ്കരിക്കുന്നതുകൊണ്ട് അവർ മാറപ്പെട്ടു പോകും. നമ്മളിപ്പോൾ എന്ത് ചേഞ്ച് വേണമെങ്കിലും ആ ചേഞ്ചിനനുസരിച്ച് നമ്മൾ ചേഞ്ച് ചെയ്യില്ലെങ്കിൽ നമ്മൾ ചേഞ്ച് ചെയ്യപ്പെടും. അതായത് ഒരു ഓർഗനൈസ്ഡ് സെറ്റപ്പിലേക്ക് ഇത് വരണം. അതെ, ഓർഗനൈസ്ഡ് സെറ്റപ്പിൽ അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഭാഗമാവാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പം ONDC എന്ന് പറയുന്ന നല്ലൊരു പ്ലാറ്റ്ഫോമുണ്ട്. ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് തന്നെ പ്ലാറ്റ്ഫോം. പക്ഷേ അതിൽ എത്ര നമ്മൾ ഡീലേഴ്സ് രജിസ്റ്റർ ചെയ്തു എന്ന് ചോദിച്ചാൽ വളരെ മിനിമലായിരിക്കും. കാരണം അതൊന്ന് അതിൻ്റെ എന്താ പറയുക, അത് അവരിലേക്ക് എത്തുന്നില്ല എന്ന് വേണം പറയാം. അല്ലെങ്കിൽ അതിൻ്റെ ആ സാധ്യതകൾ അവർ ഉപയോഗപ്പെടുത്തുന്നില്ല. ഇത് രണ്ടും വരുമ്പോഴല്ല അത് കൂടുതലായിട്ട് ചെയ്യാൻ പറ്റും. കേരളത്തിൽ ഇത് ഈ ONDCയുടെ ഒരു പ്രസൻസ് ഇപ്പം എങ്ങനെയുണ്ട്? ഓൾ ഇന്ത്യയിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. പക്ഷേ നമ്മളിപ്പം നമ്മുടെ ഒരു സംവിധാനം ഉരുത്തിരിഞ്ഞ് വരുന്നൊരു സംവിധാനം ആയതുകൊണ്ട് അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ എങ്കിലും വലിയ രൂപത്തിലേക്കുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. ഒരുപാട് പേര് പ്രത്യേകിച്ച് അതിൽ ഫോക്കസ് ചെയ്യുന്ന ആളുകൾക്ക് നല്ല ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റിയ എന്നുള്ളതാണ് കിട്ടുന്ന ഫീഡ്ബാക്ക്. ഇനി ഞാൻ VKCയുടെ കാര്യം ചോദിക്കട്ടെ. ഇന്ത്യ മുഴുവനും, കേരളത്തിലെന്നല്ല ഇന്ത്യ മുഴുവനും ഇന്ത്യക്കാരെ ചെരുപ്പണിയിച്ച ഒരു ബ്രാൻഡാണ് VKC എന്ന് പറയാം. പണ്ട് നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുമ്പം ചെരുപ്പിടാത്ത ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ പോയി കഴിയുമ്പോൾ ആ വ്യത്യാസം നന്നായിട്ട് മനസ്സിലാവും. എനിക്ക് തോന്നുന്നു VKC ഒരു മൾട്ടിനാഷണൽ ബ്രാൻഡും കൂടിയാണ്. അതായത് കേരളത്തിൽ നിന്ന് വളർന്നു വന്ന ഒരു ബഹുരാഷ്ട്ര കമ്പനി എന്ന് നമുക്ക് പറയാം. എന്തൊക്കെയാണ് VKCയുടെ അടുത്ത ഇനിഷ്യേറ്റീവ്സ്? നിലവിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇപ്പോൾ VKCയെ സംബന്ധിച്ചിടത്തോളം VKCൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും നല്ല ഉൽപ്പന്നം സത്യസന്ധമായ വിലക്ക് കൺസ്യൂമറിന് കൊടുക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ ഏത് സമയത്തും, അതായത് മാർക്കറ്റിൽ കോമ്പറ്റീഷൻ ഉള്ള സമയത്തും ഇല്ലാത്ത സമയത്തും, അതായത് ഒരു കോമ്പറ്റീഷൻ ഇല്ലാത്ത സമയത്തും നമ്മൾ ഈ പോളിസി ആയിരുന്നു. അതായത് ഇപ്പോൾ 100 രൂപൻ്റെ ഒരു പ്രൊഡക്റ്റ് 200 രൂപയ്ക്ക് വിറ്റാലും ആളുകൾ വാങ്ങിക്കുന്ന ഒരു സാഹചര്യത്തിലും അത് കിട്ടും എന്നുള്ളത് കൊണ്ട് VKC അത് 200 വിറ്റിട്ടില്ല. എപ്പോഴും അത് 100 തന്നെ വിറ്റിരുന്നു. അപ്പോൾ ആ ഒരു പോളിസി, ഒരു കസ്റ്റമർ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പം അത് ആ വാല്യൂ ഫോർ മണി ഉണ്ടോ എന്നുള്ളതാണ് ആദ്യം നോക്കുന്നത്.
ആ പ്രോഡക്റ്റ് അങ്ങനെയുള്ളൊരു പ്രോഡക്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് വി കെ സിയെ സംബന്ധിച്ചിടത്തോളം. ഞാൻ നേരത്തെ ഇവിടെ നമ്മൾ പ്രോഗ്രാം നടന്നപ്പോൾ അതിൻ്റെ ഉദാഹരണം പറഞ്ഞു. വി കെ സി ഹവായി തുടങ്ങുന്നത് തന്നെ കസ്റ്റമറുടെ 3 പ്രശ്നം പരിഹരിച്ചുകൊണ്ടാണ്. എന്തായിരുന്നു പ്രശ്നം? അന്ന് ഹവായി ചെരുപ്പിൽ ബ്ലൂ കളറും വൈറ്റ് കളറുമുള്ള 2 ലെയറിലാണ് ചെരുപ്പ് വരിക. ഒരു 2 മാസം 3 മാസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ വൈറ്റ് കളർ അങ്ങ് പോകും, ഉള്ളിലുള്ള ബ്ലൂ കളർ കാണാൻ തുടങ്ങും. അപ്പം നമ്മളൊരു ഫംഗ്ഷന് പോവാണ്, കല്യാണത്തിന് പോവാണ്, എല്ലാ അമ്പലത്തിൽ പോവാണ്, പള്ളിയിൽ നമ്മൾ ചെരുപ്പ് പുറത്ത് അഴിച്ചിടുന്ന സമയത്ത് നമുക്ക് മനസ്സിനൊരു പ്രയാസമാണ്. അയ്യോ എൻ്റെ ചെരുപ്പ് മറ്റേൻ്റെ ഇടയിൽ ഒരു പഴയ പോലെ, അല്ലെങ്കിൽ അതൊരു നമ്മൾ അന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ കുഷ്ഠം പിടിച്ച ചെരുപ്പ് പോലെ ആയി തോന്നില്ലേ എന്ന് മനസ്സിലൊരു പ്രയാസം ഉണ്ടാക്കുന്ന ഒരു പെയിൻ ഉണ്ട് അവിടെ. നമ്മൾ നടന്നു പോകുന്ന സമയത്ത് ബാക്കിൽ നിന്ന് ആരെങ്കിലും ചവിട്ടിയാൽ ആ സ്ട്രാപ്പ് അങ്ങ് ഊരിപ്പോരും. പിന്നെ സ്ട്രാപ്പ് ഇടാൻ പെടുന്ന പാട് അത് നമുക്കെല്ലാം പരിചയമുള്ളതാണ്. ചവിട്ട് നല്ല സ്ട്രോങ് ആയിട്ടാണെങ്കിൽ ആ ബട്ടൺ അങ്ങ് പൊട്ടിപ്പോവുകയും ചെയ്യും. അപ്പോൾ ബട്ടൺ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ആ ചെരുപ്പ് ഉപയോഗിക്കാനും പറ്റില്ല. ഹവായി ചെരുപ്പ് പ്രത്യേകിച്ച് പിന്നെ അത് തുന്നാനുള്ള ആളെ തിരഞ്ഞു നടക്കണം. അപ്പോൾ ആ ഒരു 3 പെയിൻ പോയിന്റ് ക്ലിയർ ചെയ്തുകൊണ്ടാണ് വി കെ സി ഹവായി മാർക്കറ്റിൽ ഇറക്കുന്നത്. അത് വി കെ സി ഹവായി വൈറ്റ് ലെയർ ഒഴിവാക്കിയിട്ട് സിംഗിൾ ലെയർ ആക്കി നമ്മൾ ചെരുപ്പ് തീഞ്ഞ് ഭൂമി കാണുന്നത് വരെ ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് അത് മാറി. ഹവായി സ്ട്രാപ്പ് റബ്ബറിൻ്റെ കണ്ടൻറ്റ് കൂട്ടി അത് പൊട്ടാത്ത രൂപത്തിൽ മാറ്റി. ഈ സോള് സിന്തറ്റിക് ലെതറിൻ്റെ കണ്ടൻറ്റ് കൂട്ടി ഹാർഡാക്കി അത് സ്ട്രാപ്പ് ഊരിപ്പോരാത്ത രൂപത്തിലേക്ക് അതിനെ സ്ട്രോങ് ആക്കി. അപ്പോൾ ഈ പ്രശ്നം പരിഹരിച്ചുകൊണ്ടാണ് മാർക്കറ്റിൽ ഇറങ്ങുന്നത്. അപ്പോൾ ഓരോ സമയത്തും കസ്റ്റമറുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അത് പരിഹരിച്ചുകൊണ്ടാണ് വി കെ സി ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇപ്പം 1996 നമ്മൾ വി കെ സി പി യു ചെരുപ്പ് 2006 പി യു ചെരുപ്പ് ഇറക്കുന്ന സമയത്ത് പി യു ചെരുപ്പ് വി കെ സി ആദ്യമായിട്ടല്ല ചെയ്തത്. പക്ഷേ അന്ന് മാർക്കറ്റിൽ ഉണ്ടായിരുന്ന ചെരുപ്പ് എന്ന് പറയുന്നത് സാധാരണ ആളുകൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റിലായിരുന്നില്ല. വി കെ സി അതിനെ ഡെമോക്രറ്റൈസ് ചെയ്തു. ഏതൊരാൾക്കും ചെരുപ്പ് പി യു ചെരുപ്പ് ഉപയോഗിക്കാവുന്നതിലേക്ക് അതിനെ കൊണ്ടുവന്നു. അതിൻ്റെ പ്രൊഡക്റ്റ് ആ രൂപത്തിൽ മാർക്കറ്റ് ഇറക്കി വലിയ ഗ്രോത്ത് വി കെ സിനെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ കോഴിക്കോട് മേഖലയിൽ തന്നെ ഈ പി യു ചെരുപ്പ് ഉണ്ടാക്കുന്ന ഒരു വലിയ ഏരിയ ആയിട്ട് അവിടെ മാറി. അപ്പോൾ അത് ആ ഒരു ഫുട്വെയർ പാർക്ക് തന്നെ അവിടെയുണ്ട്, ഫുട്വെയർ ഒരു ക്ലസ്റ്റർ പോലെയുണ്ട്. അതായത് ആ ഏരിയയിൽ ഏകദേശം 120 ചെരുപ്പ് കമ്പനികളുണ്ട്, പ്രത്യേകിച്ച് കോഴിക്കോട് ചെറിയ സ്ഥലത്ത്. അപ്പോൾ അത്രയും വലിയ രൂപത്തിലേക്ക് മാറാൻ വേണ്ടി പറ്റി. അപ്പോൾ അതിന് മറ്റുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ നമ്മുടെ ആ ഗ്രോത്ത്, നമ്മുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് അതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഈ ഒരു ചേഞ്ച് നമ്മൾ ഓരോ സമയത്തും, അതായത് ഓരോ പുതിയ പ്രൊഡക്റ്റ് ഇറക്കുന്ന സമയത്തും നമ്മൾ കൊണ്ടുവരും. ഈവ ചെരുപ്പ് നമ്മൾ ഇറക്കുന്ന സമയത്ത് 2003 ഇവിടെ 175-നും 200 രൂപക്കും വിറ്റിരുന്ന ചെരുപ്പ് നമ്മൾ മാർക്കറ്റിൽ ഇറക്കുന്നത് 105 രൂപക്കാണ്. അപ്പോൾ അതൊരു അതായത് ആ പ്രൊഡക്റ്റിന് അന്ന് അതേ വിലയുള്ളൂ. പക്ഷേ അത് മറ്റു വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് കോമ്പറ്റീഷൻ അത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ വി കെ സിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും സത്യസന്ധമായിട്ടുള്ള വില എന്നുള്ളത്. അപ്പം ഇത് ഇനിയും ഇപ്പം മുമ്പ് ഒരു പുതിയ ഫാഷൻ ഏതെങ്കിലും ലോകത്ത് വന്നിരുന്നെങ്കിൽ അത് ഇന്ത്യയിലേക്ക് വരണമെങ്കിൽ വർഷങ്ങളെടുക്കും. ഇന്ത്യയിലേക്ക് വന്ന് അത് മെട്രോസിൽ വന്നു, മെട്രോസിൽ നിന്ന് നമ്മുടെ നാട്ടിൻപുറത്ത് എത്തണമെങ്കിൽ വർഷങ്ങളെടുക്കും. പക്ഷേ ഇന്ന് ഇൻ്റർനെറ്റിൻ്റെ ഇതോട് കൂടിയിട്ട് മിലാനിലോ ഫ്രാൻസിലോ ഒരു ഫാഷൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് നെക്സ്റ്റ് ഡേ വേണമെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇന്ന് കാര്യങ്ങളെത്തി. അപ്പോൾ വി കെ സിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് വേൾഡ് ഫാഷൻ കസ്റ്റമറിന് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ അവന് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് വി കെ സിയുടെ അൾട്ടിമേറ്റ് എയിം. അതിന് വ്യത്യസ്ത പവർ ബ്രാൻഡുകൾ വി കെ സി ചെയ്യുന്നുണ്ട് ഓരോ സെഗ്മെൻറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഫ്യൂച്ചറിലേക്കുള്ള അല്ലെങ്കിൽ അടുത്ത ഒരു എന്താ പറയുക, ഒരു കുറച്ച് ലോങ് ടേം വിഷൻ എന്ന് പറയുന്നത് നിങ്ങളൊരു ചെരുപ്പ് ഉപയോഗിച്ച് ആ ചെരുപ്പുമായി തിരിച്ചു വരുമ്പോൾ അതിനൊരു കാശ് കിട്ടുന്ന രൂപത്തിലേക്ക് ഒരു ചെരുപ്പ് ഇറക്കണം എന്നുള്ളതാണ്. അതായത് വീണ്ടും ആ മെറ്റീരിയൽ ഉപയോഗിച്ച് ചെരുപ്പ് ഉണ്ടാക്കി അത് വീണ്ടും നിങ്ങൾക്ക് തരുന്ന രൂപത്തിലേക്ക്, അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച ചെരുപ്പിന് വില കിട്ടുന്ന ഒരു രൂപത്തിലേക്ക് ഇൻഡസ്ട്രിയെ മാറ്റണം എന്നുള്ളത് നമ്മൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അതായത് നമ്മൾ ഇനിയും ഭൂമിയിലേക്ക് വേസ്റ്റോ അല്ലെങ്കിൽ ലാൻഡ് ഫില്ലോ വരാതെ ഉള്ള സാധനം മാക്സിമം കൺസ്യൂം ചെയ്ത് പോവുക എന്നുള്ള രൂപത്തിലേക്ക് ഒരു ചെരുപ്പ് ഇറക്കണം എന്നുള്ളതാണ് ഇനിഷ്യേറ്റീവ്. ആക്ച്വലി ഇപ്പം വലിയ ബ്രാൻഡ്, അതായത് അഡിഡാസ് പോലുള്ള കമ്പനികൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് സാധാരണ ആളുകൾക്ക് അഫോർഡബിൾ അല്ല. ഏറ്റവും ചുരുങ്ങിയത് 15,000-16,000 രൂപ വില കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അങ്ങനെയുള്ളൊരു ഷൂ നമുക്ക് സ്വന്തമാക്കാൻ പറ്റുള്ളൂ. പക്ഷെ അത് എത്ര പേർക്ക് പറ്റും? അപ്പോൾ അതിന് പകരം സാധാരണ ആളുകൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോണസ്റ്റ് പ്രൈസിലുള്ള പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കണം എന്നുള്ളതാണ് വി കെ സിയുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം.
അതിലേക്ക് എത്രയും പെട്ടെന്ന് എത്തുക എന്നുള്ളതാണ്. നമുക്കിതിനായിട്ട് R&D അങ്ങനെയുള്ള വിഭാഗങ്ങളൊക്കെ ഉണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ അതിൽ വേൾഡിൽ വരുന്ന മാറ്റങ്ങൾ അറിയാനുള്ള ശ്രമങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് അതിന് പ്രത്യേക ടീം തന്നെയുണ്ട്. പിന്നെ നമ്മുടെ എല്ലാം പ്രത്യേക ഫോക്കസാണ് അതിൽ. കാരണം നമ്മൾ പൊതുരംഗത്തും അല്ലെങ്കിൽ അസോസിയേഷൻസിലൊക്കെ വർക്ക് ചെയ്യുമ്പം ഇതിൻ്റെ പ്രാധാന്യം അറിയുന്നത് കൊണ്ട് നമ്മുടെ സാധാരണ ബിസിനസ്സിനേക്കാളും നമ്മുടെ ഫോക്കസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാനും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനാണ്. നമ്മളിപ്പോൾ റിലീസ് ഏജൻറ്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നമ്മൾ സാധാരണ എല്ലാവരും സോൾവെൻറ്റ് ബേസ്ഡ് ആണ്. നമ്മളത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ വാട്ടർ ബേസ് ആക്കി മാറ്റി. എന്ന് വെച്ചാൽ ആ വർക്കേഴ്സിനോ അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്ന സ്ഥലത്തോ അതിനെ കുറേയും കൂടെ സൗകര്യപ്രദമായിട്ടുള്ള രൂപത്തിൽ അത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതേപോലെ നമ്മളെപ്പോഴും ആ ഒരു രൂപത്തിലേക്ക് നമ്മളെ വർക്കിംഗ് അല്ലെങ്കിൽ നമ്മളെ ചിന്ത പോകുന്നതുകൊണ്ട് നമുക്കത് കൂടുതൽ അതിൻ്റെ മുകളിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ കാര്യങ്ങളും നമ്മൾ എന്താ പറയുക വിദൂരമല്ലാത്ത ഭാവിയിലേക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സാറേ, അപ്പോൾ ഈ ഇക്കോ ഫ്രണ്ട്ലി ഇനിഷ്യേറ്റീവ്സിന് എൻ്റെ എല്ലാവിധ ആശംസകളും. താങ്ക് യു. എത്രയും പെട്ടെന്ന് പിന്നെ അത് ഇറക്കി എന്നുള്ള ഒരു എന്താ പറയുക ഒരു ബൈറ്റ് എടുക്കാനും കൂടി നമുക്ക് സാധിക്കട്ടെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഉറപ്പായും. താങ്ക് യു സോ മച്ച്.